അതെ ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണല്ലോ. NCP ശരത് പവാർ, ശിവസേന ഉദ്ധവ് എന്നീ പാർട്ടികളിൽ നിന്ന് 22 കോർപ്പറേഷൻ കൗൺസിലർമാർ BJPയിൽ ചേർന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി നടത്തിയ ഈ നീക്കം എത്രത്തോളം അവരെയും പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുക? രോഹിണി, ഈ പൂനെ ബെൽറ്റിൽ NCPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പൂനെയിൽ ശരത് പവാർ അടക്കമുള്ള ടീമുകൾക്ക്, കരുത്തന്മാർക്ക് വേരോട്ടമുള്ള ബെൽറ്റ് കൂടിയാണ്. അവിടെയാണ് BJP ഇപ്പോൾ ഒരു മൂവ് നടത്തിയിരിക്കുന്നത്. പൂനെയിൽ 22 മുൻ കോർപ്പറേറ്റർമാർ, അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരാണ്. ഈ കോർപ്പറേറ്റർമാരെ മറുകണ്ഠം ചാടിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ കോർപ്പറേറ്റർമാരെയും BJP ചാടിച്ചിരിക്കുന്നു. അത് ഏതാണ്ട് 22ലധികം ആളുകൾ വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പൂനെയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥലം കൂടിയാണ്. അവിടേക്കാണ് BJP ഇപ്പോൾ ഇങ്ങനെയൊരു വഴി തെളിച്ചിരിക്കുന്നത്. പുതിയ ആളുകളെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മറ്റൊരു വിശേഷം കൂടിയുണ്ട്. മുംബൈ അടക്കമുള്ള ബെൽറ്റിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോവുകയാണ്. അത് 10 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. BJP വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ശരി, ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.